ബാലെ, വളരെ ഗൗരവമുള്ളൊരു കാര്യം പറയാനുണ്ട്. എന്റെ കൂടെ കാറിലേക്ക് വരാം. ഇല്ല. ആളൊഴിഞ്ഞ ആ ഭാഗത്തേക്ക് മാറിയെന്ന് ഒരു 5 മിനിറ്റ് സംസാരിക്കാമോ? സംസാരിക്കാം. വരും. ഇരിക്കൂ. പറയൂ. ബാലാദേവിയുടെ പേരിൽ പോലീസ് ഒരു കേസ് ചാർജ് ചെയ്തിട്ടുണ്ട്. ഓഹോ, അതറിഞ്ഞുകൊണ്ട് വന്നിരിക്കാനോ? എന്നെ നോക്കി ചിരിക്കാൻ? ഞാൻ ബാലയെ നോക്കി ചിരിച്ചിട്ടുണ്ട്. പക്ഷേ മറുപടിയായി ഒരിക്കലും ബാല ചിരിച്ചിട്ടില്ല. പേര് പറയുമ്പോഴെല്ലാം ഡോക്ടറെന്ന് ചേർക്കാൻ ബുദ്ധിമുട്ടാണ്. ഇനിയും കാര്യം പറഞ്ഞില്ല. ബാല ഇന്ന് വീട്ടിലേക്ക് പോകണ്ട. പിന്നെ എന്റെ വീട്ടിൽ താമസിക്കാം. മിസ്റ്റർ ജയമോഹൻ, എങ്കിൽ ഹോട്ടലിൽ ഒരു മുറി എടുക്കാം. എന്നെ അതിന് കിട്ടില്ല. നിങ്ങൾ കാല് തെറ്റി. ഡോക്ടർ, ഞാൻ അത്ര നല്ല സ്വഭാവക്കാരനൊന്നുമല്ല. ലേശം വഷളനുമാണ്. പക്ഷേ നിങ്ങളോട് ഇപ്പൊ പറയുന്നത് നിങ്ങളുടെ നന്മയ്ക്കാണ്. എനിക്കൊരു വിഷമസ്ഥിതി വന്നപ്പോൾ അതിന് മുതലെടുക്കാൻ പല വിധത്തിൽ പലരും ശ്രമിക്കുന്നുണ്ട്. നിങ്ങളുടെ താല്പര്യം പണമല്ലെന്ന് മാത്രം. അതെന്തോ ആട്ടെ. നിങ്ങളുടെ കേസ് ഞാൻ ബാധിക്കാം. ഒരു വക്കാലത്ത് ഫോം ഒപ്പിട്ട് തരൂ. വണ്ടിയിൽ ഫോം ഇരിപ്പുണ്ട്. എനിക്ക് ആലോചിക്കാനുണ്ട്. എന്റെ ഒരു ബന്ധു 2 ദിവസത്തിനകം വരും. ആ രാമ ഇന്നും വന്നു. എന്തിന്? രൂപ കൊടുക്കാൻ തന്നെ. 3000 രൂപ കൊടുക്കാതെ പോയില്ലെന്ന് പറഞ്ഞ് കയറി ഇരുന്നാണ്. ഏതായാലും ഇനിയൊന്നും തരില്ല. അതെന്താ? ജയമോഹൻ എന്ന് പേരുള്ള അഡ്വക്കേറ്റ് ഇവിടെ വന്നു. നല്ല ഒരു ചെറുപ്പക്കാരനാ. പുള്ളി ശരിക്കും അവൻ അടി കൊടുത്തു വിട്ടു. ഡോക്ടർ ബാലാദേവി അല്ലേ? അതെ. നിങ്ങളെ അറസ്റ്റ് ചെയ്യാനാണ് വന്നത്. വരികയല്ലേ? ബാലാദേവി, കയറാൻ പറ്റേ? ഹലോ വക്കീൽ സാർ. ഹലോ. സംഭവം മനസ്സിലായി. സെക്ഷൻ 304A അല്ലേ ഒഫൻസ്? 302 ഇടാൻ ചില സമ്മർദ്ദം ചെലുത്തി. പക്ഷെ ഞങ്ങൾ 304A ഇട്ടിട്ടുള്ളൂ. അപ്പോ ബെയിലബിൾ ആണല്ലോ? അതെ. എന്റെ ജാമ്യം പോരെ? ധാരാളം. അപ്പോ ഞങ്ങൾ സ്റ്റേഷനിലേക്ക് വരാം. ശരി, വരട്ടെ. ഞാൻ വണ്ടി മാറ്റി തരാം. ഓക്കെ. ഡോക്ടർ, എനിക്ക് വക്കാലത്ത് തരാൻ ഇഷ്ടമാണെങ്കിൽ നാളെ വീട് വരെ ഒന്ന് വരണം. വീടിനോട് ചേർന്ന് തന്നെയാണോ ഓഫീസ്? ജയമോഹനെ കാണാനാണ് വന്നത്. എന്തിനാ ഇവിടെ വന്നത്? അമ്മയ്ക്ക് എന്നെ മനസ്സിലായില്ലേ? ഞാൻ ഡോക്ടർ ബാലാദേവിയാണ്.
അറിയാം, എന്നെ നോക്കിയ ഡോക്ടറല്ലേ. ഇവിടെ വന്നതിൽ അത്ഭുതം തോന്നുന്നു. ഇത്തരത്തിലൊരു സ്ത്രീയായിട്ട് അന്ന് കണ്ടപ്പോ തോന്നിയിരുന്നില്ല. അമ്മേ, എനിക്കൊരു കേസുണ്ട്, ഞാൻ അതിന് വന്നതാ. ഡോക്ടർ എപ്പോ വന്നു? ഞാൻ ഇപ്പൊ വന്നതേ ഉള്ളൂ. അമ്മേ, എനിക്കൊരു കപ്പ് കാപ്പി വേണം. ഡോക്ടർ ബാലയ്ക്കും വേണം. ഞാൻ കാപ്പി കുടിച്ചതാണ്. സാരമില്ല, ഒരു കപ്പ് കൂടാവാം. വരും. സുമിത്ര പറഞ്ഞറിഞ്ഞു കേസിന്റെ വിവരങ്ങളല്ല. ബാലയുടെ കേസ് വാദിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കാപ്പി കഴിക്കും. ഞാൻ കേസ് പിടിക്കാൻ ഓടി നടക്കുന്ന ഒരു പറട്ട വക്കീലൊന്നുമല്ല. എനിക്ക് ഏജന്റുമാരുമില്ല. സാമാന്യം ഭേദപ്പെട്ട ഒരു അഡ്വക്കേറ്റ് ആണെന്നാണ് എന്റെ വിശ്വാസം. അറിയാം. എങ്ങനെ അറിയാം? ഒരു കേസിന്റെ കാര്യം അറിയാം. ബേബി എന്നൊരു സ്ത്രീ തന്റെ കുട്ടിക്ക് ചിലവിന് കിട്ടാൻ വേണ്ടി കേസ് കൊടുത്തു. സാറ് ആ കൊച്ചു മുതലാളിയുടെ വക്കാലത്ത് പിടിച്ചിട്ട് ആ പാവപ്പെട്ട സ്ത്രീക്കെതിരായി വിധി എഴുതിച്ചു. ക്ഷമിക്കണം, ആ സാമർഥ്യത്തോട് എനിക്ക് ബഹുമാനം തോന്നിയില്ല. ഞാനൊരു സത്യാന്വേഷകനല്ല ഡോക്ടർ ബാലാദേവി. പാവപ്പെട്ടവരെ ഉദ്ധരിക്കാമെന്ന് കരാറേറ്റിട്ടുള്ള രാഷ്ട്രീയക്കാരനുമല്ല. ഞാനൊരു അഡ്വക്കേറ്റാണ്. എനിക്ക് വക്കാലത്ത് തരുന്ന കക്ഷികളോടാണ് എന്റെ സത്യസന്ധത. അവർ തരുന്ന കേസ് ആത്മാർത്ഥമായി വാദിക്കുക എന്നതാണ് എന്റെ നീതിബോധം. ഡോക്ടർ ബാലാദേവി നിരപരാധിയായതുകൊണ്ടല്ല കേസ് വാദിക്കണമെന്ന് തോന്നുന്നു. പിന്നെ അത് കുഴയ്ക്കുന്ന ഒരു ചോദ്യമാണ്. തൽക്കാലം എന്നെ ക്ലോസ് ചെയ്യണ്ട. നിങ്ങൾ ദുഃഖിക്കുന്നതിൽ എനിക്ക് വിഷമമുള്ളതുകൊണ്ട് നിങ്ങളുടെ കേസ് വാദിക്കണമെന്ന് തോന്നി. കേസിൽ നിന്ന് രക്ഷ കിട്ടിയാലും എന്റെ ദുഃഖം തീരുകയില്ല. സുഭ എന്റെ സഹോദരൻ വിവാഹം കഴിക്കാനുള്ള കുട്ടിയാണ്. ഈ ദുഃഖത്തിന് ഇപ്പോഴേ പരിഹാരം ഉണ്ടാക്കിയേക്കാം. ഉദ്ദേശിച്ചാലും കൂടുതൽ വഷളനാണ് ഞാനെന്ന് ബാലയ്ക്ക് തോന്നാം. എന്നാലും വിരോധമില്ല. തിലകന്റെ കാമുകി എന്റെയും കാമുകിയായിരുന്നു. മിസ്റ്റർ ജയമോഹൻ, സുഭ എന്റെ സഹോദരന്റെ കാമുകയായതുകൊണ്ടാണോ ഇങ്ങനെ ആക്ഷേപിക്കുന്നത്? ആക്ഷേപിക്കുകയല്ല. ഡോക്ടർ ബാലാദേവിയുടെ സഹോദരൻ ഒരു ശുദ്ധഗതിക്കാരനായതുകൊണ്ട് പറ്റിപ്പോയ പ്രേമമാണ്. അല്പം കൂടെ തെളിച്ചു പറയും. അവൾ എന്റെ കൂടെ ഒരേ കിടക്കയിൽ ഒരുമിച്ച് കിടന്നിട്ടുണ്ട്. ഒരു പ്രാവശ്യമല്ല, പല പ്രാവശ്യം. ഇനിയും വിശദീകരണം വേണം. അവളുടെ മരണം നിർഭാഗ്യമല്ല, ഭാഗ്യമാണ്. വിശ്വാസം വരുന്നില്ല അല്ലേ? അന്ന് പാർക്കിനടുത്ത് വെച്ച് ഞാൻ ബാലയ്ക്ക് ഒരു ലിഫ്റ്റ് ഓഫർ ചെയ്ത് ഓർമ്മയുണ്ടോ? അന്ന് അവൾ അവിടെ വന്നിരുന്നു. യാദൃച്ഛികമായി കുറച്ചകലെ നിൽക്കുന്ന എന്നെ കണ്ട് ഉടൻ തിരിച്ചു. അല്ലെങ്കിൽ ബാലാദേവിക്ക് അന്ന് തന്നെ മനസ്സിലാകുമായിരുന്നു. അവളുടെ അച്ഛന് നെഞ്ചുവേദനയായിരുന്നതുകൊണ്ട് ഡോക്ടറെ കാണിക്കാൻ പോയിരുന്നു എന്നാണല്ലോ പറഞ്ഞത്. സംശയിക്കണ്ട. കോടതിക്ക് പുറത്ത് ഞാൻ കള്ളം പറയാറില്ല. ഇരിക്കും. ഈ വക്കാലത്ത് ഒപ്പിട്ട് തരും. ഇനി പോവാം. ഫീസിന്റെ കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ. അതിന് സമയമുണ്ടല്ലോ, ഇപ്പൊ വേണ്ട. പിന്നെ ഇടയ്ക്കൊക്കെ ഒന്ന് ഇവിടം വരെ വരേണ്ടി വരും. ദുരുദ്ദേശമൊന്നുമില്ല. എനിക്ക് കേസ് പഠിക്കും. കാർഡിയാക് അറസ്റ്റ്, മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി, ഈ വക കാര്യങ്ങളൊക്കെ എനിക്കൊന്ന് പഠിപ്പിച്ചാൽ. കേസിന്റെ കാര്യത്തിന് അത് കൊള്ളാം. സാറ് വിവരങ്ങളെല്ലാം പണിക്കര് പറഞ്ഞു. ജയമോഹന് വക്കാലത്ത് കൊടുത്തത് നന്നായി. പേരെടുത്ത വക്കീലല്ലേ? ചോളയിൽ തന്റെ ഉള്ളൊരു കൊച്ചാണ് വക്കീൽ സാറ്. ആ ചോളയെ നേരിട്ട് കണ്ടതാ. പാലക്കുഞ്ഞെന്ന് പറഞ്ഞാൽ ജീവനാണ്. വരൂ. മുറിയിലേക്ക് വന്നതിൽ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഇരിക്കൂ. നാളെ പ്രധാന സാക്ഷിയായ രാമുവിനെ വിസ്തരിക്കുകയാണ്. കേസൊക്കെ ഞാൻ പഠിച്ചു കഴിഞ്ഞു. ഇനി വാദിക്കാനുള്ള
ഒരു ഉന്മേഷമാണ് ആവശ്യം. അതിന് അല്പം വീര്യം പകർന്നു തരാം. ഇവിടെ ഡ്രിങ്ക്സ് ഒന്നും വാങ്ങി വെക്കാറില്ല, കുടിക്കുന്നവരുമില്ല. ക്ഷമിക്കണം. ബ്രാൻഡിയും വിസ്കിയും ഒക്കെ ആർക്ക് വേണം? അതിൽ നിന്നൊന്നും വീര്യം കിട്ടാതായപ്പോ ഞാനതങ്ങ് നിർത്തിക്കളഞ്ഞു. ഇഷ്ടം പോലെ. ഇല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ എനിക്ക് വേണ്ടി ഇനി വാദിച്ചില്ലെന്ന് വരും. നിങ്ങൾ എവിടെയെങ്കിലും വെച്ച് കണ്ടോ? അന്ന് രാവിലെ ബാലാദേവി സുഭാഷിന്റെ വീട്ടിൽ വന്നിരുന്നു. എന്നിട്ട് സുഭാഷിനെ നിർബന്ധിച്ച് വിളിച്ചോണ്ടുപോയി. നിർബന്ധിച്ച് വിളിച്ചു എന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ഞാൻ കേട്ടു. സുഭാഷിനി പറഞ്ഞു, ചേച്ചി എന്നെ നിർബന്ധിക്കരുത്, ഞാൻ വരികയില്ലെന്ന്. അപ്പൊ ഡോക്ടർ ബാലാദേവി പറഞ്ഞു, എന്റെ ആങ്ങളയുടെ മാനം രക്ഷിക്കണം, നിനക്ക് ഒരു കുഴപ്പവും വരികയില്ല, ഒരു ചൊറി പൊട്ടിക്കുന്ന പോലത്തെ കാര്യമുള്ളെന്നൊക്കെ പറഞ്ഞ് ഡോക്ടർ സുഭാഷിനെ വിളിച്ചോണ്ടുപോയി. പിന്നെ സുഭാഷിണിയെ കണ്ടോ? പിന്നെ ഞാൻ കാണുന്നത് അവളുടെ ശവമാണ്. That's all. നിങ്ങളുടെ മുഖത്ത് ഈ പാടെങ്ങനെ ഉണ്ടായി? എന്നെ നോക്കി പേടിപ്പിക്കാതെ മുറിവ് എങ്ങനെ ഉണ്ടായെന്ന് പറയൂ. പറയണം. നിങ്ങളല്ലേ അടിച്ചത്? ഞാനോ? ഹേ, എന്നെ പോലെ മറ്റു വല്ലവരും ആയിരിക്കും. ആട്ടെ, എവിടെ വെച്ചാണ് അടിച്ചത്? ഡോക്ടർ ബാലാദേവിയുടെ വീട്ടിൽ വെച്ച്. നിങ്ങൾ എന്തിനാ അവിടെ പോയി? പറയൂ. ഈ കേസിലെ പ്രതിയുടെ വീട്ടിൽ പ്രധാന സാക്ഷിയായ നിങ്ങൾ എന്തിനു പോയി? തനിക്ക് മരുന്ന് വാങ്ങാൻ. അവരെ ഭയപ്പെടുത്തി രൂപ വാങ്ങിക്കാനാണ് നിങ്ങൾ പോയതെന്ന് പറഞ്ഞാൽ ശരിയല്ലേ? അല്ല. 2 പ്രാവശ്യം നിങ്ങൾ അവിടെ പോയിരുന്നില്ലേ? ഇല്ല. കാനറ ബാങ്കിന്റെ ഇവിടത്തെ ബ്രാഞ്ചിൽ നിന്നും F6934 നമ്പറായി 1000 രൂപയുടെ ചെക്ക് ഏപ്രിൽ 10-ാം തീയതി നിങ്ങൾ മാറിയില്ലേ? പറയൂ. പറയാതെ പറ്റില്ല. രേഖയുള്ളതാണ്. ചെക്ക് മാറിയോ? മാറി കാണും. ഏപ്രിൽ 24-ാം തീയതി F6934 16-ാം നമ്പറായി 2000 രൂപയുടെ ഒരു ചെക്ക് അതേ ബാങ്കിൽ നിന്ന് നിങ്ങൾ മാറിയില്ലേ? നമ്പറൊന്നും എനിക്കറിയില്ല. ചെക്ക് മാറിയോ? മാറി. വീണ്ടും ഡോക്ടറെ ഭയപ്പെടുത്തി പണം വാങ്ങിക്കാൻ ചെന്നപ്പോഴാണ് എന്റെ മുഖച്ഛായയുള്ളയാൾ നിങ്ങളെ തല്ലിയത്, അല്ലേ? പറയണം. കുറച്ച് വെള്ളം വേണം. Let him have some water. Yes. നിങ്ങൾക്ക് എന്താണ് ജോലി? കൃഷി. എന്ത് കൃഷി? പറയണം മിസ്റ്റർ. നെല്ലോ, തേങ്ങയോ, കുരുമുളകോ, കപ്പയോ, വാഴയോ, എന്താന്ന് വെച്ചാൽ പറയണം. അങ്ങനെയുള്ള കൃഷിയൊന്നല്ല. പിന്നെ എങ്ങനത്തെ കൃഷി? ഈ റേഷൻ കാർഡിന് അപേക്ഷിക്കാനോ വല്ല കച്ചേരിയിലോ പോകുമ്പോൾ ജോലി കൃഷിയാണെന്ന് പറയും. അത് ശരി. ചില സ്ഥലത്ത് മറ്റൊരു കാര്യത്തിനും കൃഷി എന്ന് പറയാറുണ്ട്. ആ കൃഷിയാണോ? ആട്ടെ, സുഭാഷിണിയുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധം എന്താണ്? അവള് എന്റെ മുറപ്പെണ്ണാണ്. നിങ്ങളെയും സുഭാഷിണിയെയും കൂടി ഹോട്ടൽ സ്റ്റാർ ഇന്റർനാഷണൽ വെച്ച് ആരെങ്കിലും കണ്ടെന്ന് പറഞ്ഞാൽ ശരിയാണോ? അല്ല. കഴിഞ്ഞ ജനുവരി 7-ാം തീയതി രാത്രി ഹോട്ടൽ സ്റ്റാർ ഇന്റർനാഷണലിലെ 13-ാം നമ്പർ മുറിയിൽ സുഭാഷിണിയെ കൊണ്ടുവിട്ടത് നിങ്ങളല്ലേ? ആ ഹോട്ടൽ വിളിഞ്ഞെടുക്ക്. പറയൂ. ഹോട്ടൽ സ്റ്റാർ ഇന്റർനാഷണലിലെ 13-ാം നമ്പർ മുറിയിൽ സുഭാഷിണിയെ കൊണ്ടുവിട്ടില്ലേ? അതെ. അവൾക്ക് അവിടെ ഒരാളെ കാണണമെന്ന് പറഞ്ഞു. അന്ന് നിങ്ങളും 13-ാം നമ്പർ മുറിയിലാണോ കിടന്നത്? ഞാൻ ഹോട്ടൽ ജോലിക്കാർ കിടക്കുന്നിടത്ത് കിടന്നു തുടങ്ങി. രാവിലെ സുഭാഷിനെയും വിളിച്ചുകൊണ്ട് തിരിച്ചു പോന്നു, അല്ലേ? അതെ. സ്ഥലം ടിവിയിലും ഒരു ദിവസം സുഭാഷിനെയും വിളിച്ചുകൊണ്ട് നിങ്ങൾ പോയിരുന്നു. ആ ഡേറ്റ് ഒന്ന് നോക്കി. പറയൂ. ടിവിയിൽ ഒരു ദിവസം പോയിരുന്നില്ലേ? ഞാൻ ഓർക്കുന്നില്ല. നിങ്ങൾ സുഭാഷിണി മരിക്കുന്നതിന് 3 ദിവസം മുമ്പ് സിറ്റി മെഡിക്കൽ സ്റ്റോറിൽ പോയി ഒരു മരുന്ന് വാങ്ങിച്ചോ? ഇല്ല. കമ്പൗണ്ടർ കൃഷ്ണൻ കുറിച്ചെന്ന ചിറ്റ് കൊണ്ട് കൊടുത്ത് മരുന്ന് വാങ്ങിച്ചില്ലേ? ഇല്ല. നിങ്ങൾ വാങ്ങിച്ച
മരുന്നിന് തന്ന ബില്ലിന്റെ കോപ്പിയാണിത്. എർക്കോൺ എന്ന മരുന്നാണ് നിങ്ങൾ വാങ്ങിയിരിക്കുന്നത്. നിങ്ങളുടെ പേരല്ലേ ഈ ബില്ലിൽ എഴുതിയിരിക്കുന്നത്? അതെ. ആർക്ക് വേണ്ടിയാണ് ഈ മരുന്ന് വാങ്ങിയത്? ചോദിച്ചതിന് ഉത്തരം പറയണം മിസ്റ്റർ. സുഭാഷിണിക്ക് വയറ്റുവേദനയാണെന്ന് പറഞ്ഞു. നിങ്ങളെ പോലീസ് കണ്ട് ചോദിച്ച് മൊഴിയെടുത്തോ? എടുത്തു. അങ്ങനെ പോലീസിന് മൊഴി കൊടുത്തപ്പോ നിങ്ങൾ സുഭാഷിണിയെ ഹോട്ടലിൽ കൊണ്ടുപോയ കാര്യം, TBയിൽ കൊണ്ടുപോയ കാര്യം, അവൾക്ക് മരുന്ന് വാങ്ങിക്കൊടുത്ത കാര്യം, ഡോക്ടറോട് പണം ചോദിച്ച കാര്യം എല്ലാം പറഞ്ഞിരുന്നോ? ഇല്ല അല്ലേ? ഞാൻ പറഞ്ഞ പോലെ അല്ലല്ലോ പോലീസ് എഴുതിയിരിക്കുന്നത്. ദാറ്റ്സ് ഓൾ യുവർ ഓണർ.